നമസ്കാരം. ന്യൂസ് മാസിൻ മലയാളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും വാർത്തകൾക്കുമൊക്കെ ദയവായി ചാനൽ ഒന്ന് ആദ്യം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുവാൻ ശ്രദ്ധിക്കുക. 2025 ഫെബ്രുവരി മാസത്തിലെ ക്ഷേമ പെൻഷൻ തുകയായ 1600 രൂപയാണ് ഇന്നലെ ഉച്ചയോടുകൂടി അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 2025 മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുണ്ട്. കൃത്യമായി തന്നെ എല്ലാ മാസവും സംസ്ഥാന സർക്കാർ ഇപ്പോൾ 1600 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ ഇന്നലെ ഉച്ചയോടുകൂടി 2025 ഫെബ്രുവരി മാസത്തിലെ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിയപ്പോൾ 27 ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത്തരത്തിൽ പെൻഷൻ തുക അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് നമ്മളുടെ സംസ്ഥാനത്ത്. അപ്പോൾ ഇത്തരത്തിൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിയപ്പോൾ പല ആളുകൾക്കും അതിൽ 200 രൂപ, അതായത് 1400 രൂപയാണ് ലഭിച്ചതെന്ന് നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻ്റായി ഒരുപാട് ആളുകൾ രേഖപ്പെടുത്തുന്ന സാഹചര്യവും ഇന്നലെ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ 200 രൂപയല്ല 500 രൂപ വരെ കുറഞ്ഞ ആളുകൾ ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പെൻഷൻ തുകയിൽ കുറവുകൾ സംഭവിക്കുന്നത്? നമുക്കറിയാം, നമ്മളുടെ 2024 ജനുവരി മാസം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിന് അർഹതയുള്ള ആളുകൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് ഈ ഒരു തുക നൽകി വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നൽകുവാനുള്ള തുകയാണ് നമ്മളുടെ പെൻഷൻ തുകയിൽ കുറവുകൾ വന്നിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം ഇപ്പോൾ 6 മാസക്കാലത്തോളമായി മുടങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യവുമുണ്ട് എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നത്. ഇത്തരത്തിൽ കേന്ദ്ര വിഹിതം കുറഞ്ഞിട്ടുള്ള ആളുകൾ, അതായത് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് 200 രൂപ മുതൽ 500 രൂപ വരെയൊക്കെ കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ ഒരു തുക കേന്ദ്ര സർക്കാർ നേരിട്ട് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് ഉടൻ തന്നെ നിക്ഷേപിക്കുന്നതായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് തുക നിലനിർത്താത്തതിൻ്റെ പേരിൽ ബാങ്കുകൾ ഈടാക്കിയിട്ടുള്ള ഫൈൻ, അതായത് നമ്മളുടെ പെൻഷൻ തുക എത്തിയപ്പോൾ മിനിമം ബാലൻസ് ഇല്ല എന്ന കാരണത്താൽ നമ്മളുടെ പെൻഷൻ തുകയിൽ നിന്ന് ബാങ്കുകൾ പിടിച്ചിട്ടുള്ള തുക ഒരു കാരണവശാലും നമുക്ക് തിരിച്ച് ലഭിക്കുന്നതല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അക്കൗണ്ടുള്ള ആളുകളൊക്കെ നമ്മളുടെ മിനിമം ബാലൻസ് തുക എന്നും എല്ലാ മാസവും കൃത്യമായി തന്നെ അക്കൗണ്ടുകളിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക. ചില അക്കൗണ്ടുകൾക്ക് 500 ആയിരിക്കും, ചില അക്കൗണ്ടുകൾക്ക് 1000 ആയിരിക്കും മിനിമം ബാലൻസ് തുക. ഇത് കൃത്യമായി നിലനിർത്തുന്ന അക്കൗണ്ടുകളിൽ ക്ഷേമ പെൻഷൻ എത്തുമ്പോൾ നമ്മളുടെ പെൻഷൻ തുകയിൽ കുറവുകളൊന്നും സംഭവിക്കുകയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ അറിയിപ്പുകൾക്കും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി കാണുക. താങ്ക്